റൊസാരി ഖത്തറിൽ കുക്കർ മന്തി കഴിക്കണോ നിങ്ങൾക്ക്? ഇതാ മത്താർ ഗതിയുമുള്ള റൊസാരി പോയിക്കോളൂ. ഒന്നും പറയാനില്ല കേട്ടോ. നാട്ടിൽ കല്യാണത്തിന് പോയ സ്ഥിതി, ആൾക്കാർ ടേബിളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അതേപോലെയാണ് ഇത്. കടൻ്റെ ചുറ്റും ആൾക്കാർ കൂടിയിട്ടേ ഒരു രക്ഷയില്ല. ഞങ്ങൾ തന്നെ 4-5 തവണ അതിൽ ചുറ്റിപ്പറ്റി തിന്നിട്ടാണ് ഞങ്ങളെ ഓർഡറിനെ കിട്ടിയത്. ഓക്കെ, ഇതിപ്പോ സംശയം നെല്ലി മധുകുത്ത് ബീഫിലാണ്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇവിടത്തെ. പിന്നെ അതേ ടേസ്റ്റ് തന്നെ വരുന്ന മട്ടൻ മധുകുത്ത്, ചിക്കൻ മധുകുത്ത്, ബീഫ് മധുകുത്ത്. പിന്നെ ഇവിടുത്തെ റൊസാരി സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മന്തി ഉണ്ട്, മട്ടൻ മന്തി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുഖാരി ഉണ്ട്, ബുഖാരി വിത്ത് ഷവായ ചിക്കൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ്. ഞങ്ങളൊരു ചിക്കൻ മധുഹൂത്താട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ മട്ടൺ അടിക്കാൻ വേണ്ടി പോയതാണ്. മട്ടണൊന്നും കിട്ടാനില്ല. കിട്ടിയത് അടിക്കാന്നുള്ള പരിപാടിയിൽ പിന്നെ ചിക്കനായിട്ട് ഓർഡർ ചെയ്ത്. കണ്ടില്ല, ഇതിൻ്റെ ചിക്കൻ ഉണ്ടല്ലോ, വായിക്കാണ്ട് വെക്കുമ്പോൾ അലിഞ്ഞു പോകുന്ന സംഗതി കേട്ടോ. എമ്മാര് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഖത്തറിലെ ചെങ്ങന്മാരെ പോയിട്ട് മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഫുഡാട്ടോ ഇത്. മത്താർ ഖദീമിലാണ് റൊസാരി നമ്മളെ വരുന്നത്. ഇപ്പോൾ ഗൂഗിളിലും സെർച്ച് ചെയ്താൽ ഇവർക്ക് 2-3 ലൊക്കേഷൻ വരുന്നുണ്ട്. ഞങ്ങൾ പോയി അടിച്ചത് മത്താർ ഖദീമിലാണ്. ഫുള്ള് പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്.